Hello dear students, today let us learn gastrostomy feeding. The last class we were discussing nasogastric intubation as well as feeding, and this is different from that. A gastrostomy is a surgical opening into the stomach made through an incision in the left upper abdomen. The anterior gastric wall is sutured to the abdomen, preventing leakage of gastric contents into the abdominal cavity. This is a gastrostomy. ഈ അബ്ഡോമിനൽ വോളിൽ ഒരു ഹോൾ ഇട്ടിട്ട് ഈ ട്യൂബിനെ നമ്മൾ സ്റ്റൊമക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നതിനാണ് നമ്മൾ ഗ്യാസ്ട്രോസ്റ്റമി എന്ന് പറയുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും പലർക്കും. നമുക്ക് മൂക്കിൽ കൂടെ വായുകൂടെയൊക്കെ ട്യൂബ് ഇട്ടോ നേരിട്ടോ ഫുഡ് കൊടുക്കാൻ പറ്റാത്തൊരവസരത്തിലാണ് പേഷ്യൻ്റ് ലൈഫ് സേവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്യാസ്ട്രോസ്റ്റമി ചെയ്ത്. ഓസ്റ്റമി എന്ന് പറഞ്ഞാൽ ഹോൾ ഇടുന്നതിനാണ് പറയുന്നത്. ഇതിലൂടെ ട്യൂബ് കൊടുത്തിട്ട് ഇതിൻ്റെ ഫീഡിംഗ് ഒക്കെ നമ്മൾ നേസോ ഗ്യാസ്ട്രിക് ഫീഡിങ് ചെയ്യുന്നത് പോലെ തന്നെയാണ്. സോ ഈ ട്യൂബിലോട്ടായിരിക്കും നമ്മൾ സിറിഞ്ച് കണക്ട് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ സോ അബ്ഡോമിനൽ ഇൻസിഷൻ ഇൻ ദ ലെഫ്റ്റ് അപ്പർ അബ്ഡോമൻ. അത് ആൻറ്റീരിയർ ഗ്യാസ്ട്രിക് വാൾ ഈസ് സ്യൂച്ചേർഡ് ടു ദ അബ്ഡോമൻ. നമ്മളപ്പോൾ സ്റ്റൊമക്ക് ഓപ്പൺ ചെയ്യുമ്പോൾ ആ സ്റ്റൊമക്കിൻ്റെ വോൾ നമ്മൾ അബ്ഡോമിനൽ വോളിലോട്ട് നമ്മൾ സ്യൂച്ചർ ചെയ്ത് വെക്കും. അല്ലെങ്കിൽ എന്താ പറ്റുക എന്ന് വെച്ചാൽ സ്റ്റൊമക്കിൻ്റെ കണ്ടൻസ്, ഫുഡ് കണ്ടൻസും ഹൈഡ്രോക്ലോറിക് ആസിഡ് എല്ലാം അബ്ഡോമിനൽ ക്യാവിറ്റിയിലോട്ട് ലീക്ക് ഔട്ട് ചെയ്തിട്ട് അവിടെ മറ്റ് കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, ലെറ്റ് us see the indications why we give gastrostomy feeding. Impaired swallowing, when the patient cannot swallow food, then decreased level of consciousness, then tumors and fistulas on the upper GI tract. ട്യൂമേഴ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ക്യാൻസറസ് ട്യൂമേഴ്സ് ആവാം, അല്ലാത്ത ട്യൂമേഴ്സ് ആവാം. പിന്നെ ഫിസ്റ്റുല നമ്മൾ ഇന്നലെ ട്രക്കിയോസോഫാജിയ ഫിസ്റ്റുല കണ്ടു. അബ്നോർമൽ ഹോൾസ് ആണ് അല്ലെങ്കിൽ തുളകളാണ് നമ്മൾ ഫിസ്റ്റുലാസ് എന്ന് പറയുന്നത്. അപ്പർ GI ട്രാക്റ്റിൽ അങ്ങനത്തെ എന്തെങ്കിലും എന്താ പറയുക തടസ്സങ്ങളുണ്ടെങ്കിൽ gastrostomy feed is indicated. Then if there is any surgery in the upper gastrointestinal tract, then also gastrostomy feed is indicated. What can be the complications? Okay, skin surrounding the gastrostomy site breaks down. അതായത് നമ്മൾ ഈ ട്യൂബ് ഇൻസേർട്ട് ചെയ്തേക്കുന്ന ഹോളിൻ്റെ സമീപത്തുള്ള സ്കിൻ ബ്രേക്ക് ഡൗൺ ആവും. കാരണം അത് ദാറ്റ് portion is constantly in contact with food or gastric contents or things like hydrochloric acid. So there is chance of breaking down of the skin. Then aspiration, when gastric emptying is delayed or too fast administration. Gastric emptying is delayed എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് സ്റ്റൊമക്കിൽ വേണ്ടതിലധികം നേരം ഇരിക്കുമ്പോഴാണ് ഗ്യാസ്ട്രിക് എംപ്റ്റിങ് ഈസ് ഡിലേഡ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി ഫാസ്റ്റ് ആയിട്ടാണ് ഫുഡ് കൊടുക്കുന്നെങ്കിൽ ഇറ്റ് മേ ഗോ അപ്വേർഡ്സ് ആൻഡ് ഗെറ്റ് aspirated to stomach, lungs. Next is vomiting. Patient may vomit when we give gastrostomy feeding. Then diarrhea is a sign of intolerance. Patient diarrhea എന്നതിൻ്റെ അർത്ഥം പേഷ്യൻ്റ് നമ്മൾ കൊടുക്കുന്ന ഫുഡ് അല്ലെങ്കിൽ gastrostomy ഫീഡ് ടോളറേറ്റ് ചെയ്യുന്നില്ല എന്നാണ്. Then there is chance of wound infection. If the gastrostomy site is not cared properly, if that wound is not kept clean, then there is chance of wound infection which may further lead into other complications. Okay, hope you understood. Next is nurses responsibilities. First thing is gastrostomy site care. Keep it clean and dry. Apply waterproof ointment to protect skin from irritation of hydrochloric acid. ഇത് തന്നെയാണ് നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. So the gastrostomy site should be kept clean and dry. നമ്മളതിനെ ക്ലീൻ ചെയ്ത് വെക്കണം, അത്രമല്ല ഡ്രൈ ആക്കണം. നമ്മളിങ്ങനെ നമ്മുടെ ഓരോ ഷിഫ്റ്റിലും നമ്മൾ അതിന് ഗ്യാസ്ട്രോസ്റ്റമി സൈറ്റ് കെയർ കൊടുക്കാറുണ്ട് നമ്മൾ ക്ലിനിക്സിൽ വർക്ക് ചെയ്യുമ്പം. എന്നിട്ട് ഓരോ തവണ ഇത് ക്ലീൻ ചെയ്തിട്ട് വി അപ്ലൈ വാട്ടർ പ്രൂഫ് ഓയിൻമെൻറ്റ് ടു പ്രൊട്ടക്ട് ദി സ്കിൻ. അപ്പോൾ വെള്ളത്തുമായിട്ട് ടച്ച് വരത്തില്ല. അതുപോലെ തന്നെ ഹൈഡ്രോക്ലോറിക് ആസിഡോടുള്ള ടച്ച് വരുന്നതിന്, കോൺടാക്റ്റ് വരുന്നതിന് ഒത്തിരി കുറവ് വരും. അതുകൊണ്ടാണ് നമ്മൾ വാട്ടർ പ്രൂഫ് ഓയിൻമെൻറ്റ്സ് അപ്ലൈ ചെയ്യുന്നത്. Then positioning, sideline position to prevent aspiration of contents. Patient sideline positioning എടുത്തിട്ടാണ് അല്ലെങ്കിൽ there is chance of regurgitation of food and it may get aspirated to stomach. Then keep airway clean by suctioning. അപ്പോൾ പേഷ്യൻ്റ് ആസ്പിറേറ്റ് ചെയ്തു എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ല. എയർവേയിൽ മുഴുവൻ സെക്രീഷൻസ് ആണെങ്കിൽ അപ്പോൾ നമ്മളത് സക്ഷൻ മെഷീൻ ഉപയോഗിച്ചത് സക്ഷൻ ചെയ്ത് കളയാം. അതൊരു സീനിയർ നഴ്സിംഗ് പ്രൊസീജിയറാണ്, നിങ്ങൾ പിന്നീട് പഠിക്കും. ഓക്കെ, അസസ് ഫോർ കോംപ്ലിക്കേഷൻസ് സച്ച് ആസ് വൂണ്ട് ഇൻഫെക്ഷൻ, ലൂസ് സ്റ്റൂൾസ്. അത് നമ്മളെപ്പോഴും നഴ്സസിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. വൂണ്ടിന് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ട്, ഇൻഫെക്ഷൻ വന്നാൽ നമുക്കറിയാം ഡിസ്കളറേഷൻ വരാം, റെഡ്നെസ് പോലുള്ള ഡിസ്കളറേഷൻ വരാം.
അവിടെ സെക്രീഷൻസ് കൂടുതൽ വരാം, പസ് പോലെ വരാം അല്ലേ. ലൂസ് ടൂൾസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഇറ്റ് ഇസ് എ സൈൻ ഓഫ് ഇൻടോളറൻസ്. അപ്പോൾ ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻസ് ഉണ്ടെന്ന് ഒബ്സർവ് ചെയ്യേണ്ടത് നഴ്സിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. If there is any abnormal findings, we have to inform our physician or doctor. Then recording and reporting of the amount given, type of feeding, client's response and maintain intake output chart. So ഇതെല്ലാം നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ആണ്. അതായത് നമ്മൾ ഇപ്പോൾ നേസ്ട്രോ ഗ്യാസ്ട്രിക് ഫീഡ് കൊടുക്കുന്നത് പോലെ തന്നെയാണ് ഗ്യാസ്ട്രോസ്മി ഫീഡും കൊടുക്കുന്നത്. നമ്മൾ സിറിഞ്ച് കണക്ട് ചെയ്യുന്നു, ട്രിപ്പ് മെത്തേഡിലും കൊടുക്കാൻ പറ്റും. സിറിഞ്ച് കണക്ട് ചെയ്യുന്നു, പിന്നെ അതുപോലെ തന്നെ സിറിഞ്ച് കണക്ട് ചെയ്തിട്ട് അതിലോട്ട് ഫുഡ് ഒഴിച്ച് കൊടുക്കുന്നു, അവസാനം റിൻസ് ചെയ്യുന്നു. ഈ എല്ലാ സ്റ്റെപ്സും സെയിം ആണ്, നേസോ ഗ്യാസ്ട്രിക് ഫീഡിങ് പോലെ തന്നെയാണ്. അപ്പോൾ നമ്മൾ എമൗണ്ട് കൊടുക്കുന്നതും എത്രയാണ്, ഏത് ടൈപ്പ് ഓഫ് ഫീഡിങ് ആണ് കൊടുത്തത്, വാട്ട് വാസ് ദ ക്ലയൻസ് റെസ്പോൺസ്, ആൻഡ് ഇതെല്ലാം നമ്മൾ ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ടിൽ മെയിൻറ്റെയിൻ ചെയ്യണം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ദ ടോപ്പിക് ഈസ് ഓവർ. ദെൻ നെക്സ്റ്റ് ഇസ് parenteral nutrition. Parenteral nutrition or feeding. The meaning ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. Para means beside, enteron means intestine. So we are providing food beside the intestine. That is parenteral nutrition. It means giving therapeutic agents including food outside the alimentary tract. അതായത് നമ്മുടെ മൗത്ത് മുതൽ എയ്ലസ് വരെയുള്ള GI ട്രാക്റ്റിനെ ടച്ച് ചെയ്യാതെ we are providing food to the patient. So it is given outside the alimentary tract. Okay. Parenteral nutrition is a solution which consists of glucose, amino acids, lipids, minerals, electrolytes, vitamins, etc. അതായത് ഓൾമോസ്റ്റ് ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു ഡയറ്റാണ് parenteral nutrition. That is, it consists almost all the types of nutrients which is needed by our body, and this is infused via an indwelling peripheral or central venous catheter. Let us see that. This is total parenteral nutrition. It's given in drip method. നമ്മുടെ പെരിഫറൽ വെയിൻ അല്ലെങ്കിൽ സെൻട്രൽ വെയിൻ എന്ന് പറയും. പെരിഫറൽ വെയിൻ നമ്മുടെ കയ്യിലും കാലുകളിലൊക്കെ നമുക്ക് കാണാം, നീല കളറിൽ കാണുന്ന വെസൽസ് ആണ് പെരിഫറൽ വെയിൻസ് എന്ന് പറയുന്നത്. പക്ഷേ നമ്മുടെ കഴുത്തിലുമൊക്കെ നമുക്ക് വലുതായിട്ട് കാണാവുന്ന വെയിനുകളെയാണ് നമ്മൾ സെൻട്രൽ വെയിൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വലിയ വെയിൻസ്. ഇവിടെ നമ്മൾ ഇത് കണ്ടോ, ഇതാണ് നമ്മുടെ ക്ലാവിക്കൽ അല്ലെങ്കിൽ നമ്മുടെ കോളാർ ബോൺ എന്ന് പറയും അല്ലേ. നമ്മൾ മെനിഞ്ഞങ്ങ് ഇരിക്കുമ്പോൾ നോക്കി നമുക്ക് കാണാം ഇവിടുത്തെ എല്ലുകൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത്. അതിൻ്റെ താഴെയുള്ള സബ്ക്ലൈവൻ വെയിനിലാണ് ഇവിടെ കത്തീഡർ ഇൻസേർട്ട് ചെയ്തത്, നമുക്ക് നോക്കിയാൽ കാണാം. എന്നിട്ട് അതിൽ കൂടിയാണ് നമ്മൾ ടോട്ടൽ parenteral ന്യൂട്രീഷൻ കൊടുക്കുന്നത്. ഇവിടെ നമുക്ക് സുപ്പീരിയർ വീനക്കാവ കാണാം, ഇത് ശരീരത്തിൽ ഏറ്റവും വലിയ വെയിനാണ്. നിങ്ങൾ അനാട്ടമി പഠിക്കുമ്പോൾ ഇതെല്ലാം പഠിച്ചോളും. എന്നിട്ട് ഈ ടോട്ടൽ parenteral ന്യൂട്രീഷൻ നമ്മൾ വെയിനിലോട്ട് നേരിട്ട് കൊടുക്കുകയാണ്. We are bypassing the alimentary tract or the area which means the system which starts from mouth to anus. Hope you understood. Okay, the solution is to give a blend of all nutrients by intravenous route, collectively known as total parenteral nutrition. ഈ പേര് കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് എല്ലാ ന്യൂട്രിയൻസും ഉണ്ട്. ഇവിടെ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്, NUTRIENTS ആണ്, R അല്ല, ഇവിടെ E ആണ്. So it's collectively known as total parenteral nutrition or TPN. Okay, that is the universally accepted abbreviation. Okay, what are the indications of total parenteral nutrition or TPN? First one, inability to absorb gastric nutrients. Example, unconscious patients. If the patient is not able to absorb gastric nutrients, even if we are able to provide food through alimentary tract, it is not getting absorbed. So this is our last option. Then sepsis എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് മുറി വന്നിട്ട് സെപ്റ്റിക് ആയി അല്ലെങ്കിൽ അങ്ങനെയുള്ള പലതും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സെപ്സിസ് എന്ന് പറഞ്ഞാൽ ബോഡിയുടെ എക്സ്ട്രീം റെസ്പോൺസ് ടു സിവിയർ ഇൻഫെക്ഷൻ ആണ്. അപ്പോൾ അതൊരു ശരിക്കും പറഞ്ഞാൽ ഒരു എമർജൻസിയാണ്. ഇൻഫെക്ഷൻ ഭയങ്കരമായിട്ട് കൂടിപ്പോയി എന്നൊക്കെ നമ്മൾ പറയുന്നൊരവസ്ഥയാണ്. അടുത്ത ഹെഡ് ഇഞ്ചുറി ഉള്ള പേഷ്യൻസിന് ഗ്യാസ്ട്രിക് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനൊന്നും പറ്റുന്ന ഒരവസ്ഥയായിരിക്കത്തില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ പാർട്ട് ഓഫ് ദ ഹെഡ് ഓർ ദ ബ്രെയിൻ വിച്ച് ഇസ് ഇൻജുവേർഡ്. സോ ദെൻ ബേൺസ്, എക്സ്റ്റെൻസീവ് ബേൺസ് ഉള്ള പേഷ്യൻസ് നീഡ് ഫാസ്റ്റ് adequate nutrient. So we depend on TPN in this case. Then anorexia nervosa, അതൊരു സൈക്കാട്രിക് കണ്ടീഷനാണ്. എസ്പെഷ്യലി ടീനേജ് കുട്ടികളിലാണ് കാണുന്നത്. അതായത് അവർക്ക് ശരീര സൗന്ദര്യം സംരക്ഷിക്കുന്നതിനുണ്ട് ദേ വോണ്ട് ഈറ്റ് എനിത്തിങ്. അതൊരു അസുഖമായിട്ട് മാറും ഗ്രാജുവലി. ദേ ആർ
ദേ അബ്സ്റ്റെയിൻ ഫ്രം ഫുഡ്, അവർക്ക് വേണ്ട, അവർക്ക് വണ്ണം വെക്കും എന്നുള്ള രീതിയിൽ അങ്ങനെയുള്ളവർക്ക് നമ്മൾ പെട്ടെന്ന് തന്നെ അവരുടെ ഹെൽത്ത് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് അഡിക്വേറ്റ് ആക്കാൻ വേണ്ടി നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ടോട്ടൽ പെരൻ്റൽ ന്യൂട്രീഷനിലാണ്. ദെൻ ദോസ് ഹു ആർ ഇൻ സിവിയർ ഡിപ്രഷൻ, ദാറ്റ് ഈസ് ഓൾസോ സൈക്യാട്രിക് കണ്ടീഷൻ, അങ്ങനെയുള്ളൊരു ഫുഡ് കഴിക്കത്തില്ല, അപ്പോൾ അവരുടെയും ഹെൽത്ത് സ്റ്റാറ്റസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി വി ഡിപ്പെൻഡ് ഓൺ TPN. Then intestinal obstruction, if there is obstruction in the intestine, the digested food from the stomach will not pass through it. അല്ല, ഇൻറ്റസ്റ്റൈനിൽ കൂടെ പോയാണ് ഏനസിൽ കൂടെ അവസാനം നമ്മൾ വേസ്റ്റ് പ്രോഡക്ട്സ് പുറത്തോട്ട് കളയുന്ന GI ട്രാക്റ്റിലെ. ഇപ്പോൾ ഇൻറ്റസ്റ്റൈനിൽ അവിടെ ഒബ്സ്ട്രക്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഫുഡ് കൊടുത്താൽ അത് അവിടെ ഒബ്സ്ട്രക്റ്റഡ് ആയി പോകും, പിന്നെ ഫർദർ കോംപ്ലിക്കേഷൻസ് വരും. അതുകൊണ്ട് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷനുള്ള പേഷ്യൻസിന് ടോട്ടൽ പെരൻ്റൽ ന്യൂട്രീഷൻ തന്നെയാണ് സേഫ്. ദെൻ കാർസിനോമ ഓഫ് ഹെഡ്, നെക്ക്, അപ്പർ ജിയേറ്റർ. കാർസിനോമ എന്ന് പറയുന്നത് ക്യാൻസറാണ്. ക്യാൻസറുള്ള പല പേഷ്യൻസിൻ്റെയും ശരീരത്തിൻ്റെ പല ഭാഗങ്ങളും ചിലപ്പം സ്റ്റൊമക്ക് തന്നെയും ഒക്കെ മുറിച്ചു മാറ്റേണ്ട ഒരു ഗതികേട് വരും. പിന്നെ ഈ ഹെഡ് നെക്കിലൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട്, അത് അതായത് പടരുക എന്ന് പറയും, ആയിട്ടുണ്ടെങ്കിലും ഇങ്ങനത്തെ പ്രശ്നങ്ങൾ വരാം. സോ ഫോർ ദം ഓൾസോ പെരൻ്റൽ ന്യൂട്രീഷൻ ഈസ് ആൻ ഓപ്ഷൻ. ദെൻ പാർക്കിൻസൺസ് ഡിസീസ്, അതൊരു ബ്രെയിൻ ഡിസോർഡർ ആണ്. ഭയങ്കരമായിട്ട് വിറയലും ട്രെമറും അതുപോലെ തന്നെ നടക്കുന്നതിനുള്ള ബുദ്ധിമുട്ടും പിൽ റോളിംഗ് ഒക്കെ ഉള്ളൊരു അസുഖമാണ്. നിങ്ങൾ തന്മാത്ര എന്ന് പറഞ്ഞ മൂവി, സോറി തന്മാത്രയല്ല, അത് അൽഷിമേഴ്സ് ഡിസീസാണ്, എനിക്ക് അവർ അബദ്ധം പറ്റിയതാണ്. അതായത് വേറെ നമുക്കറിയാം, പലരും പല പ്രായമായ ആളുകൾ നടക്കുമ്പോൾ ഇങ്ങനെ വല്ലാതെ കൈ ഇങ്ങനെ അൺകൺട്രോളബിൾ ആയിട്ട് ട്രെമേഴ്സ് വരുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി അവർക്ക് പാർക്കിൻസൺസ് ഡിസീസ്. അവർക്ക് നടക്കുമ്പോൾ അവർ സ്റ്റെപ്പ് വെച്ച് നടക്കത്തുള്ളൂ, ഫാസ്റ്റായിട്ട് നടക്കാൻ പറ്റത്തില്ല. അതാണ് പാർക്കിൻസൺസ് ഡിസീസ്. ലെറ്റ് us see how we initiate parenteral nutrition. അതിന് കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ട്. നമ്മുടെ റെസ്പോൺസിബിലിറ്റി അല്ല ഈ ഇൻസേർഷനും ഒക്കെ, എങ്കിലും we have to we must know what the initiation procedure. Insertion of central venous catheter നമ്മൾ നേരത്തെ കണ്ടു, into jugular or subclavian vein. നമ്മൾ നേരത്തെ കണ്ടു subclavian vein-ലോട്ട് catheter ഇൻസേർട്ട് ചെയ്തിട്ട് ഫുഡ് കൊടുക്കുന്നത് നമ്മൾ കണ്ടായിരുന്നല്ലേ. സോ ആ catheter ഇൻസേർട്ട് ചെയ്യുന്നത്, ഇത് ഫിസിഷ്യൻ അല്ലെങ്കിൽ ഡോക്ടറാണ് ഈ catheter ഇൻസേർട്ട് ചെയ്യുന്നത്. അത് ഇൻസേർട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഫിസിഷ്യൻ പേഷ്യൻ്റെ ഫയലിൽ ഓർഡർ എഴുതും ഫുഡിനുള്ളത്. അപ്പോൾ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെരിഫൈ ദ ഫിസിഷ്യൻസ് ഓർഡർ. And usually the infusion of TPN is done with infusion pump. This is an infusion pump. This is a syringe pump actually. So you can see a syringe is attached here, and the amount of food and the time can be set here. It's an automated machine. അപ്പോൾ ഇതിന് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഇതിനകത്ത് 50 to 60 ml ഫില്ല് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ പ്ലഞ്ചർ വലിച്ച് നമ്മളിവിടെ ഫിക്സ് ചെയ്യും. എന്നിട്ട് ഇവിടെ ഇത് ടോട്ടൽ ഫിക്സ് ചെയ്തിട്ട് നമ്മളിവിടെ ടൈമും എമൗണ്ടും ഇതിൽ പ്രീ ഫിക്സ് ചെയ്തിട്ട് പേഷ്യൻറ്റിലോട്ട് കണക്ട് ചെയ്യും. എന്നിട്ട് ഈ ഫുഡ് തീരാറാവുമ്പോൾ ഏകദേശം ഇവിടം വരെയൊക്കെ എത്തിക്കഴിയുമ്പം ഇത് അലാം തരും നമുക്ക്. അപ്പോൾ നമുക്ക് മനസ്സിലാവും ഫുഡ് ഈസ് ഗോയിങ് ടു ഫിനിഷ്. ആ സമയത്ത് നമുക്ക് പോയി പിന്നെ ഫില്ല് ചെയ്ത് വെക്കാം. 24 hours അല്ലെങ്കിൽ ഫിസിഷ്യൻ്റെ ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ TPN കൊടുക്കുന്നത്. ആൻഡ് വി സ്റ്റാർട്ട് യൂഷ്വലി വിത്ത് 40 to 60 ml per hour, and then the rate is gradually increased. അത് നമ്മൾ വളരെ കുറച്ച് എമൗണ്ട് ആണ്, അതായത് ഒരു മണിക്കൂറിൽ 40 മുതൽ 60 വരെ ml കിട്ടാൻ പാകത്തിനാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അത് സ്റ്റാർട്ട് ചെയ്തിട്ട് പേഷ്യൻ്റ് ടോളറേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കി അതിന് ശേഷം മാത്രം നമ്മൾ വി വിൽ ഇൻക്രീസ് ദ റേറ്റ് ഗ്രാജുവലി. ഓക്കെ. Next let us see how we care for patient who is receiving a parenteral nutrition. The major goals are preventing infection by following strict aseptic techniques. നമ്മൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെറൈൽ പ്രൊസീജിയറാണ് സെൻട്രൽ വീനസ് കത്തീറ്റർ ഇടുക എന്ന് പറഞ്ഞു. അപ്പോൾ ആ കത്തീറ്ററിൻ്റെ പരിസരങ്ങൾ നമ്മൾ വളരെ ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കണം. അസെപ്റ്റിക് ടെക്നിക്സ് യൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ അസെപ്റ്റിക് ടെക്നിക്സ് നിങ്ങൾക്ക് ബിജു സാറായിരിക്കും എടുക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. അതിൻ്റെ ഒരു ക്ലാസ് തന്നെയുണ്ട്. അപ്പം അതിൻ്റെ അകത്ത് പേഷ്യൻറ്റിന് ഇൻഫെക്ഷൻ വരാതിരിക്കാൻ നമ്മൾ കൈ കഴുകലും സ്റ്റെറൈൽ ഗ്ലൗസ് ഉപയോഗിക്കുന്നതും പിന്നെ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ സ്പിരിറ്റും അതുപോലെയുള്ള ആൻറ്റിസെപ്റ്റിക് ഡിസ്ഇൻഫെക്ഷൻസ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുന്നതിനൊക്കെയാണ് നമ്മൾ അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ എക്യുപ്മെൻറ്റ്സും സ്റ്റെറൈലായിരിക്കും, അതായത് മൈക്രോ ഫ്രീ ആയിരിക്കണം എന്ന്. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് ഫോളോ സ്ട്രിക്റ്റ് അസെപ്റ്റിക് ടെക്നിക്സ് എന്ന് പറയുന്നത്. പിന്നെ മെയിൻറ്റെയിനിങ് PN സിസ്റ്റം, യൂസ് ഇൻലൈൻ ഫിൽറ്റർ ഫോർ 24 hours. നമ്മളെപ്പോഴും ടോട്ടൽ പെരൻ്റൽ ന്യൂട്രീഷൻ പേഷ്യൻറ്റിലോട്ട് എത്തിക്കാൻ ഉപയോഗിക്കുന്ന സിസ്റ്റം, ആ എന്താ പറഞ്ഞാൽ IV ലൈൻ സിസ്റ്റം, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇൻലൈൻ ഫിൽറ്റർ ഉണ്ട്. കാരണം അനാവശ്യമായിട്ട് ഒരു സാധനങ്ങളും പേഷ്യൻറ്റിൻ്റെ ഉള്ളിലോട്ട് പോകാതിരിക്കാനുള്ള ഇൻലൈൻ ഫിൽറ്റർ ഉണ്ട്. ആൻഡ് ഇറ്റ് വിൽ ഹെൽപ്പ് ടു മെയിൻറ്റെയിൻ ദ സിസ്റ്റം ഓൾസോ. Then preventing metabolic, electrolyte or fluid balance complications by strictly monitoring lab values, vital signs and fluid balance. അപ്പോൾ ഒരു പേഷ്യൻ്റ് നോർമലിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഫുഡ് എടുക്കുമ്പോൾ there is chance of these type of complications like metabolic, electrolyte or fluid balance complications. So how we monitor this? We have to monitor the lab values. If there is any change in the vital signs
or whether the patient's fluid balance is correct. നമ്മൾ ഇൻടേക്ക് ഔട്ട്പുട്ട് ചാർട്ടിൽ കൃത്യമായിട്ട് പേഷ്യൻറ്റിന് എന്തുമാത്രം ഫുഡ് നമ്മൾ കൊടുക്കുന്നുവെന്നും എന്തുമാത്രം പേഷ്യൻ്റ് ഔട്ട്പുട്ട് ഉണ്ടെന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ബാലൻസ് നമ്മൾ എല്ലാ 24 hours കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. അതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, ഇങ്ങനെ നമ്മൾ ഈ കാര്യങ്ങളെല്ലാം മോണിറ്റർ ചെയ്യും. ദെൻ അസസിങ് ക്ലയൻസ് റെഡിനെസ് ഫോർ PN. പേഷ്യൻറ്റിനെ പ്രിപ്പയർ ചെയ്യുന്നൊരു ഭാഗമുണ്ട്. അപ്പം പേഷ്യൻറ്റിനെ ഓറലി ഒന്നും എടുക്കാൻ പറ്റുന്നതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി, അല്ലെങ്കിൽ റിലേറ്റീവ്സിനെ പറഞ്ഞ് മനസ്സിലാക്കി പേഷ്യൻറ്റിനെ PN വേണ്ടി പ്രിപ്പയർ ചെയ്യുക. അതാണ് അടുത്ത ഗോൾ. ഓക്കെ, let us see some complications of catheter insertion as well as complications of TPN. First one is arterial puncture. Puncture എന്ന് വെച്ചാൽ കുത്തി തുളയ്ക്കുന്നതിനാണ് നമ്മൾ പങ്ക്ചർ ചെയ്യാന്ന് പറയുന്നത് അല്ലേ. വണ്ടിയുടെ ടയറൊക്കെ പങ്ക്ചർ ആവുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇവിടെ നമ്മൾ വെയിനിൽ കത്തീറ്റർ ഇടുമ്പം ആ മേജർ വെയിൻ നമ്മൾ കഴുത്തിലെ സബ്ക്ലേവിയൻ വെയിൻ അല്ലെങ്കിൽ ജുഗുലാർ വെയിൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ അടുത്തോടെ നമ്മുടെ കരോട്ടിഡ് ആർട്ടറി പോലെയുള്ള വലിയ ആർട്ടറീസ് പോകുന്നുണ്ട്. സോ ആക്സിഡൻ്റലി ദർ ഈസ് ചാൻസ് ഓഫ് ആർട്ടീരിയൽ പങ്ക്ചർ. വെയിനിൽ കയറ്റുന്ന നീഡിൽ ആർട്ടറിയിൽ കൊണ്ടാൽ ദർ ഈസ് ചാൻസ് ഓഫ് ആർട്ടീരിയൽ പങ്ക്ചർ. ദർ ഈസ് ചാൻസ് ഓഫ് ഹെവി ബ്ലീഡിങ് ബിക്കോസ് ആർട്ടീരിയൽ പ്രഷർ ഈസ് മോർ ദാൻ വീനസ് പ്രഷർ. നമ്മുടെ ബോഡിയിലെല്ലാം ആർട്ടറികൾ വഴിയാണ് പ്യുവർ അല്ലെങ്കിൽ ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്തുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒഴുകുന്ന പ്രഷറും കൂടുതലായിരിക്കും. അപ്പോൾ അതിന് ഇഞ്ചുറി വന്നാൽ ദർ ഈസ് ചാൻസ് ഓഫ് സിവിയർ ബ്ലീഡിങ്. ദെൻ എയർ എംബോളസ്. നമ്മൾ എംബോളസും ത്രോംബയും ഒക്കെ പഠിച്ചതാണ്. അപ്പം ത്രോംബസ് എന്ന് വെച്ചാൽ ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു ബ്ലഡ് ക്ലോട്ട് ആയിരിക്കും എന്ന് പഠിച്ചു. എംബോളസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂവ് ചെയ്യുന്നതായിരിക്കും. ഈ മൂവ് ചെയ്യുന്ന എംബോളസ് ബ്ലഡ് ക്ലോട്ടിൻ്റെ ഒരു പോർഷൻ ആകാം, അല്ലെങ്കിൽ എയർ ബബിൾ ആകാം, അല്ലെങ്കിൽ നമ്മൾ ഫാറ്റിൻ്റെ ഒരു ബബിൾ ആകാം, എന്ത് വേണമെങ്കിലും ആകാം. സോ ദർ ഈസ് ചാൻസ് ഓഫ് എയർ എംബോളസ്. ദെൻ കത്തീറ്റർ എംബോളസ്. കത്തീറ്ററിൻ്റെ ഉള്ളിൽ എംബോളസ് ഉണ്ട്, ബ്ലോക്ക് ആവാനുള്ള ചാൻസ് ഉണ്ടാവും. Then next is pneumothorax. Pneumothorax is a complication which is related to the lungs. When the air inside the lung leaks out of the space between the chest and the lungs, that is called pneumothorax. അപ്പോൾ ലങ് കൊളാപ്സ് ആയി പോകും, ലങ്ങിൽ നിന്നുള്ള എയർ പുറത്തേക്ക് ലീക്കായി പോകുന്നുണ്ട്, പിന്നെ ഇത് യൂസ്ലെസ് ആയി പോകും. അതിനാണ് pneumothorax എന്ന് പറയുന്നത്. ഇത് കത്തീറ്റർ ഇൻസേർഷൻ്റെ മാത്രം കോംപ്ലിക്കേഷൻസ് ആണ്. ഇനി നമുക്ക് ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ്റെ കോംപ്ലിക്കേഷൻസ് നോക്കാം. ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, അതായത് ഫ്ലൂയിഡിൽ ഇലക്ട്രോലൈറ്റുള്ള ബാലൻസ് തെറ്റിപ്പോകാം. കാരണം നമുക്കറിയത്തില്ല എന്തുമാത്രം പേഷ്യൻറ്റിന് വേണം. പലപ്പോഴും നമ്മൾ പേഷ്യൻറ്റ് കൂടുതൽ ഫ്ലൂയിഡ് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒക്കെ പ്രോബ്ലംസ് ആണ്. ദെൻ സർക്കുലേറ്ററി ഓവർലോഡ്. നമ്മൾ എക്സസീവായിട്ട് പേഷ്യൻറ്റിന് എന്താ പറയുക പാരൻ്റൽ ന്യൂട്രീഷൻ പേഷ്യൻറ്റിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദർ ഈസ് ചാൻസ് ഓഫ് ഓവർലോഡ് ഓഫ് സർക്കുലേറ്ററി ഓവർലോഡ്. അതായത് നമ്മുടെ ബോഡിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഫ്ലൂയിഡിൻ്റെ അളവ് കൂടും. ദെൻ എംബോളിസം ആൻഡ് ത്രോംബോസിസ്. ഓൾറെഡി എംബോളയെക്കുറിച്ചും ത്രോംബസിനെ കുറിച്ചും പറഞ്ഞു. ഇതിനാണ് എംബോളിസം ഓർ ത്രോംബോസിസ് എന്ന് പറഞ്ഞത്. ദെൻ ഫ്ലിബൈറ്റിസ്. ഫ്ലിബൈറ്റിസ് എന്ന് വെച്ചാൽ ഇൻഫ്ലമേഷൻ ഓഫ് എ വെയിൻ. അതായത് നമ്മളിപ്പോൾ കത്തീറ്റർ ഇൻസേർട്ട് ചെയ്തിരുന്ന വെയിനിന് സ്വെല്ലിങ് വരാം, ഇൻഫ്ലമേഷൻ, അതിനാണ് ഇൻഫ്ലമേഷൻ എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് ഹൈപ്പർഗ്ലൈസീമിയ. ഹൈപ്പർഗ്ലൈസീമിയ ഈസ് എക്സസീവ് sugar in our blood, that is called hyperglycemia. So these are the complications of TPN as well as the complications of catheter insertion. അപ്പം നമുക്കിത് യൂഷ്വലി നിങ്ങളുടെ ഫസ്റ്റ് ഇയറിലെ ഒരു പ്രൊസീജിയറായിട്ട് നമ്മൾ ചെയ്യാറില്ല. ICUസിലൊക്കെ നമുക്ക് യൂഷ്വലി ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ കിട്ടുന്നത് നോർമലായിട്ടുള്ള പേഷ്യൻസിന്, അതായത് നമ്മൾ വാർഡുകളിലൊക്കെ ഫസ്റ്റ് ഇയറിൽ കാണുന്ന പേഷ്യൻസിന് ഒരിക്കലും തന്നെ ടോട്ടൽ പാരൻ്റൽ ന്യൂട്രീഷൻ കിട്ടുന്നത് കണ്ടിട്ടില്ല. ഇത് ന്യൂട്രീഷൻ്റെ ഭാഗമായതുകൊണ്ട് ഈ ടോപ്പിക്കും കൂടെ നിങ്ങൾ പഠിക്കുന്നു. പക്ഷെ നിങ്ങൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ കിട്ടുന്നത് നമ്മൾ ICUലൊക്കെ പോകുമ്പോഴായിരിക്കും. ഓക്കെ, ഈ ടോപ്പിക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. വെൽ നെക്സ്റ്റ് ഈസ് ഗ്യാസ്ട്രിക് ഇറിഗേഷൻ. ഈ ഒരു ചെറിയ ടോപ്പിക്കും കൂടെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ യൂണിറ്റ് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആകും. ബാക്കി ഇതിൻ്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉള്ളൂ. അപ്പോൾ നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. ഗ്യാസ്ട്രിക് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഒരു ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ഉണ്ടല്ലേ നമ്മുടെ ഗവൺമെൻറ്. ആ വാക്കിൽ തന്നെ മനസ്സിലാകും വെള്ളം ഉപയോഗിച്ച് എന്തോ ചെയ്യുന്നതാണ്. ലെറ്റ് us see. ഗ്യാസ്ട്രിക് ഇറിഗേഷൻ ഓർ സ്റ്റൊമക് വാഷ് മീൻസ് ടു വാഷ് ഔട്ട് ഓർ ഇറിഗേറ്റ് ദ സ്റ്റൊമക് വിത്ത് എ സൊല്യൂഷൻ. എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വെച്ച് നമ്മുടെ സ്റ്റൊമക്കിനെ അല്ലെ വയറിനെ വാഷ് ഔട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഗ്യാസ്ട്രിക് ഇറിഗേഷൻ ഓർ സ്റ്റൊമക് വാഷ്. And it is used in emergencies such as poisoning or gastric dilatation. പോയ്സണിങ്ങിൽ സ്റ്റൊമക്ക് വാഷ് ചെയ്ത് പോയ്സണിൻ്റെ കണ്ടൻറ്റ് മുഴുവൻ പുറത്ത് കളയുന്നതിന് വേണ്ടിയിട്ടും ഗ്യാസ്ട്രിക് ഡയലറ്റേഷനിൽ സ്റ്റൊമക്കിനെ ബാക്ക് ടു നോർമലിന് വേണ്ടിയിട്ടാണ് നമ്മൾ യൂഷ്വലി ഗ്യാസ്ട്രിക് ഇറിഗേഷൻ യൂസ് ചെയ്യുന്നത്. വെൽ പോയ്സണിങ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് ഓർലി പോയ്സൺസ് എടുത്താലാണ് അതിന് വേണ്ടിയാണ് നമ്മൾ സ്റ്റൊമക്ക് വാഷ് സാധാരണ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ കാഷ്വാലിറ്റിയിൽ ചെയ്യുന്നത്. ആൻഡ് ഗ്യാസ്ട്രിക് ഡയലറ്റേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കിതൊരു പിക്ചറിൻ്റെ സഹായത്തോടെ കാണാം. ഇത് നമുക്കറിയാം, ഇത് നോർമൽ ആയിട്ടുള്ള സ്റ്റൊമക്കാണ്. ബ്ലോട്ടഡ് സ്റ്റൊമക്ക് എന്നാണ് ഇവിടെ എഴുതിയത്. ബ്ലോട്ടഡ് എന്ന് പറഞ്ഞാൽ ഗ്യാസ് നിറഞ്ഞ സ്റ്റൊമക്ക് എന്നാണ് അർത്ഥം. ഇവിടെ നമുക്കറിയാം ഓരോ സ്റ്റേജിൽ നമുക്ക് കാണുമ്പോൾ അറിയാം അല്ലേ, ഇവിടെ വലിയ ഫുട്ബോൾ പോലെ ആയിപ്പോയി സ്റ്റൊമക്ക്. ദിസ് ഈസ് ഗ്യാസ്ട്രിക് ഡയലറ്റേഷൻ. അതായത് വളരെയധികം വലുപ്പം വെക്കുക അല്ലെങ്കിൽ വീർത്ത് വരിക എന്നാണ് അർത്ഥം. സ്റ്റൊമക്ക് വീർത്ത് വരുന്നതിന് നമ്മൾ ഗ്യാസ്ട്രിക് ഡയലറ്റേഷൻ എന്ന് പറയുന്നത്.
പല കാരണം കൊണ്ട് ഇത് വരാം. എന്നാലും സ്പെഷ്യലി ഗ്യാസ് നിറഞ്ഞിട്ടും ഒരുപാട് ഫുഡൊക്കെ കഴിച്ച് നമുക്ക് കഴിക്കാവുന്നതിലും കൂടുതൽ ഫുഡ് കഴിച്ചിട്ട് ഭയങ്കരമായിട്ട് ഇത് വീർത്ത് വന്ന് ചിലപ്പോൾ ഇത് ടേൺ ആയിപ്പോകും, ടോർഷൻ എന്ന് പറയും അതിന്, ടേൺ ആയിപ്പോയിട്ട് വലിയൊരു കോംപ്ലിക്കേഷൻ വരാം. അപ്പോൾ അതൊരു എമർജൻസിയാണ്. അതുകൊണ്ടാണ് ഇതിന് നമ്മൾ ഗ്യാസ്ട്രിക് ഇറിഗേഷൻ കൊടുത്ത് സ്റ്റൊമക്കിനെ നോർമലാക്കാൻ ശ്രമിക്കുന്നത്. ആൻഡ് ദ പർപ്പസസ് ആർ ടു റിമൂവ് പോയിസൺ ബിഫോർ അബ്സോർപ്ഷൻ. അതായത് നമ്മുടെ വയറ്റിൽ നമ്മൾ പോയിസൺ ഇൻജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അബ്സോർബ് ആവുന്നതിനൊരു ടൈമുണ്ട്. അപ്പോൾ അത് അബ്സോർബ് ആവുന്നതിന് മുമ്പേ തന്നെ സ്റ്റൊമക്ക് വാഷ് ഔട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഗ്യാസ്ട്രിക് ഇറിഗേഷൻ്റെ സ്റ്റൊമക്ക് വാഷ് യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ ടു റിലീവ് നോസിയ ആൻഡ് വോമിറ്റിംഗ് ഇൻ കേസ് ഓഫ് അക്യൂട്ട് ഡയലറ്റേഷൻ ഓഫ് സ്റ്റൊമക്ക് ആൻഡ് ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ. അക്യൂട്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് സംഭവിച്ച ഡയലറ്റേഷൻ അല്ലെങ്കിൽ ഇൻറ്റസ്റ്റൈനൽ ഒബ്സ്ട്രക്ഷൻ ഉള്ളവർക്ക് if there is food in the stomach, there is chance of nausea and vomiting. In order to avoid that, we use gastric irrigation. Then to collect gastric contents to identify poison. Gastric contents നമ്മൾ സ്റ്റൊമക്ക് വാഷ് ചെയ്ത് പുറത്ത് ചെയ്തിട്ട് ലാബിൽ വിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ഏത് പോയിസണാണ് പേഷ്യൻ്റ് ഇൻജസ്റ്റ് ചെയ്തതെന്ന്. ദെൻ ടു ഒബ്റ്റെയിൻ എപ്പിത്തീലിയൽ സെൽസ് ഫോർ ബാക്ടീരിയോളജിക്കൽ സ്റ്റഡീസ്. എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഒക്കെ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ പേഷ്യൻറ്റിൻ്റെ സ്റ്റൊമക്കിൽ എപ്പിത്തീലിയൽ സെൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ബാക്ടീരിയോളജിക്കൽ സ്റ്റഡീസ് കിട്ടുന്നതിന് വേണ്ടി എപ്പിത്തീലിയൽ സെൽസ് കളക്ട് ചെയ്യാനും വി യൂസ് സ്റ്റൊമക്ക് വാഷ്. ദെൻ ടു ക്ലീൻ ബ്ലീഡിങ് ഗ്യാസ്ട്രിക് അൾസേഴ്സ്. നിങ്ങൾ അൾസേഴ്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാവുന്നതാണ് എൻ്റെ വിശ്വാസം. Let us learn with the help of a picture here. Here it's written peptic ulcer disease. Peptic ulcer disease is a severe and common gastric disease. In peptic ulcer disease, you can see two types of ulcers. One is in the stomach and one is in the duodenum. So it is classified into gastric ulcer as well as duodenal ulcers. നമ്മുടെ വയറിലെ ഒക്കെ എന്താ പറയുക, ആസിഡിൻ്റെ അളവ് കൂടുമ്പോഴും നമ്മൾ ഒത്തിരി സ്പൈസി ഫുഡുകൾ കഴിക്കുമ്പോഴും അല്ലെങ്കിൽ നമുക്ക് ഒത്തിരി സ്ട്രെസ്സ് വരുമ്പോഴൊക്കെയാണ് നമുക്ക് ഈ അൾസേഴ്സ് വരുന്നത്. പലർക്കും വീടുകളിൽ പരിചയം ഉണ്ടായിരിക്കും. നമ്മുടെ എന്താ പറയുക ലൈഫ് സ്റ്റൈലും നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ഒക്കെയാണ് ഇതിനെ വരുത്തുന്നത്. ഇവിടെ NSAIDs H. pylori കോസേറ്റീവ് ഏജൻ്റ് ആണ്. NSAIDs എന്ന് പറഞ്ഞാൽ നോൺ സ്റ്റിറോയിഡ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡ്രഗാണ്. നമ്മൾ പലപ്പോഴും വേദനയ്ക്ക് ഇൻഫ്ലമേഷനൊക്കെ വേണ്ടിയിട്ട് കഴിക്കുന്ന ഇങ്ങനെ പല കാരണങ്ങൾ ഉണ്ട് അൾസർ വരുന്നതിന് വേണ്ടിയിട്ട്. സോ ചില സമയങ്ങളിൽ ഈ അൾസേഴ്സ് വളരെയധികം ബ്ലീഡ് ചെയ്യും. നമുക്ക് എൻഡോസ്കോപ്പിയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ ഇത് ബ്ലീഡിങ് അൾസേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ബ്ലീഡിങ് അൾസേഴ്സിനെ ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഗ്യാസ്ട്രിക് ഇറിഗേഷൻ യൂസ് ചെയ്യാറുണ്ട്. ദെൻ ടു ക്ലെൻസ് സ്റ്റൊമക്ക് ആസ് എ പ്രിപ്പറേഷൻ ഓഫ് സർജറി. ചിലപ്പോൾ സ്റ്റൊമക്ക് സർജറീസ് വേണ്ടെങ്കിൽ നമുക്ക് സ്റ്റൊമക്കിനെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാൻ വി യൂസ് സ്റ്റൊമക്ക് വാഷ്. And the principle used is Newton's third law. ന്യൂട്ടൻ്റെ തേർഡ് ലോ ഓർക്കുന്നുണ്ടോ? ഫോർ എവറി ആക്ഷൻ ദർ ഈസ് എൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. അത് തന്നെയാണ്. അപ്പോൾ നമ്മൾ ആ പ്രിൻസിപ്പിൾ വെച്ചിട്ടാണ് ഇത് വർക്ക് ചെയ്യുന്നത്. ആൻഡ് ദി സൊല്യൂഷൻസ് യൂഷ്വലി യൂസ്ഡ് ആർ പ്ലെയിൻ വാട്ടർ, നോർമൽ സെലൈൻ, ദെൻ സോഡിയം ബൈകാർബണേറ്റ് ഓർ ബേസിക് ആസിഡ് ഇൻ corrosive poisoning. Sodium bicarbonate is an alkali. If the patient has ingested a strong acid, we can provide sodium bicarbonate. But if the patient has ingested a strong alkali, then basic acid can be used to neutralize the ingested corrosive. Then specific antidote if poison is identified. നമുക്ക് പേഷ്യൻ്റ് ഏത് ആൻറ്റിഡോട്ടാണ് ഇൻജസ്റ്റ് ചെയ്തതെന്ന് അറിയാം. അതിന് ഏത് പോയിസൺ ഇൻജസ്റ്റ് ചെയ്ത് അതിൻ്റെ ആൻറ്റിഡോട്ട് കൃത്യമായിട്ട് അറിയാമെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് ഈസി ടു മാനേജ്. സോ ആ ആൻറ്റിഡോട്ട് നമുക്ക് സ്റ്റൊമക്ക് വാഷിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ആ പേഷ്യൻറ്റിന് ഇൻജസ്റ്റ് ചെയ്ത പോയിസൺ ന്യൂട്രലൈസ് ആയിക്കോളും. ആൻഡ് ദ എമൗണ്ട് ഓഫ് ഫ്ലൂയിഡ് അറ്റ് എ ടൈം 500 ml കണ്ടിന്യൂ അൻറ്റിൽ റിട്ടേൺ ഫ്ലോ ഈസ് ക്ലിയർ. ഇവിടെ ഈ പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത് നമ്മളൊരു നെസോഗ്യാസ്ട്രിക് ട്യൂബ് ഇട്ടിട്ട് 500 ml ഫ്ലൂയിഡ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കും. പിന്നെ അത് ഒരു ബക്കറ്റിലോട്ട് തിരിച്ച് പിടിച്ചിട്ട് നമ്മൾ അത് മുഴുവനും പുറത്തേക്ക് ഒഴുകാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. എന്നിട്ട് ഇപ്പോൾ നമുക്കറിയാം അതിൻ്റെ അകത്ത് എന്തെങ്കിലും പോയിസണോ അങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ പ്രത്യേകം ഉണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന കളർ ആയിരിക്കില്ല വെള്ളം തിരിച്ചു വരുമ്പോൾ. അപ്പോൾ നമ്മൾ എപ്പോൾ വരെ ഈ പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്യണമെന്ന് ചോദിച്ചാൽ കണ്ടിന്യൂ അൺടിൽ ദ റിട്ടേൺ ഫ്ലോ ഈസ് ക്ലിയർ. തിരിച്ചു വരുന്ന വാട്ടർ അല്ലെങ്കിൽ നോർമൽ സലൈൻ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ് അത് ക്ലിയർ ആണെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ് ദ പ്രൊസീജിയർ. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ഇറ്റ്. ബാക്കിയൊക്കെ നമുക്ക് ലാബിലാണ് ഈ പ്രൊസീജിയേഴ്സ് ഒക്കെ കാണേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടോപ്പിക്സ് എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, മെസ്സേജ് ചെയ്യോ ഫോൺ വിളിച്ചോ ചോദിക്കാം. ഓക്കെ, താങ്ക് യു.